ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു ഓർണമെൻ്റ് ആയിരുന്നു വിൻ്റർ തീമിലുള്ള. അതിന് ശേഷം ഞാൻ ഇങ്ങനെ പിൻട്രസ്റ്റിൽ ഇങ്ങനെ ചുമ്മാ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ ഒരു ഇത് കണ്ടത്. ഏതോ ഒരു അനിമൽ, അതിൻ്റെ പേര് എനിക്കറിയില്ല. അത് വെച്ചിട്ട് ഇങ്ങനെ അത് ഡാൻസിങ് അനിമലായിട്ട് സെറ്റാക്കിയിരിക്കുന്നത്, അതും ജസ്റ്റ് ഒരു ക്യാപ്പ് വെച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പോൾ വിൻ്റർ തീമാണല്ലോ, വിൻ്റർ സീസൺ ആണല്ലോ, അപ്പോൾ പിന്നെ നമുക്കതൊരു സ്നോമാനായിട്ട് സെറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു വൈറ്റ് പേപ്പർ എടുത്തു. എൻ്റെ കയ്യിൽ തീർന്ന ഒരു അക്രിലിക് ബോട്ടിലുണ്ടായിരുന്നു. അതിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അക്രിലിക് ബോട്ടിലിൻ്റെ അടപ്പില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, എന്ത് അടപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ചെറിയൊരു അടപ്പ് മതി, അതിൻ്റെ അളവിന് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് പേപ്പറിൽ. എന്നിട്ട് ഈ ചുള്ളിക്കമ്പ് പോലെ വരയ്ക്കുന്നിട്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് ഞാൻ ഉദ്ദേശിച്ചത് സ്നോമാൻ്റെ കൈയാണ്. നിങ്ങൾക്ക് എന്തായിട്ട് തോന്നുന്നത് എനിക്കറിയില്ല. ബ്രൗൺ കളറിലെ സ്കെച്ച് എടുത്തിട്ട് ഇങ്ങനെ ഞാൻ ചുള്ളിക്കമ്പ് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഓറഞ്ച് കളർ സ്കെച്ച് എടുത്തിട്ട് ഇതിന് നോസ് കൂടെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നോസിൻ്റെ ഷേപ്പിൽ വരച്ചിട്ട് ഇതെല്ലാം നമുക്കിനി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ഇതെല്ലാം കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സൂക്ഷിച്ച് കട്ട് ചെയ്യുക, ചെറിയ സാധനങ്ങളായതുകൊണ്ടേ. എന്നിട്ട് ഞാൻ 2 കണ്ണ് വരച്ചു കൊടുക്കുന്നുണ്ട് സ്നോമാന്. എൻ്റെ കണ്ണ് ശരിയായോ എന്നറിയില്ല, സൂക്ഷിച്ച് വരച്ചാൽ മതി ഇതെല്ലാം. എന്നിട്ട് എനിക്ക് പിന്നെ തീരെ ക്ഷമയില്ലാത്തതുകൊണ്ടേ ഞാൻ അത് കുളവാക്കുമല്ലോ എന്തായാലും. എന്നിട്ട് ഞാൻ ഇതുപോലെ 2 കണ്ണ് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് സ്കെച്ച് എടുത്തിട്ട് ഇതിന് വായും കൂടെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സ്മൈലി ഫേസ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വായും കൂടെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ കോഴിക്കുഞ്ഞിൻ്റെ കാല് പോയിരിക്കുന്ന 2 കൈകളും ഒട്ടിച്ചെടുക്കണം. അതുപോലെ ഇതിൻ്റെ നോസ് കൂടെ ഒട്ടിക്കണം. നോസ് ഒട്ടിക്കാൻ ഫെവിക്കോളായിട്ടോ ഉപയോഗിക്കുന്നത്. ഫെവിക്കോള് ജസ്റ്റ് തേച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചാൽ മതി. ചെറിയ ചെറിയ സാധനങ്ങളായതുകൊണ്ട് കൈ കിട്ടില്ല, എന്നാലും നമ്മൾ സൂക്ഷിച്ച് പതുക്കെ എടുത്താൽ മതി. എടുത്തിട്ട് ഇതുപോലെ ഒട്ടിക്കണം. പിന്നെ ഞാൻ ഈ 2 കൈ ഒട്ടിക്കാനായിട്ട് ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. ഗ്ലൂ ഗൺ ഉപയോഗിച്ചത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളെ ഗ്ലൂ ഗണ്ണില്ലെങ്കിൽ അതിൻ്റെ യാതൊരു ആവശ്യമില്ല. എനിക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒട്ടിക്കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലൂ ഗൺ എടുത്തത്. ഈ ഗ്ലൂ ഗൺ വെച്ചിട്ട് ചെയ്താലേ പെട്ടെന്ന് ഒട്ടിയിരിക്കും. നിങ്ങൾക്ക് ഫെവിക്കോളോ വേറെ ഏതെങ്കിലും ഗ്ലൂവോ യൂസ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ 2 ചെറുതായിട്ടൊന്ന് ചരിഞ്ഞ് വരുന്ന രീതിയിൽ ആ കട്ടിങ്ങിൻ്റെ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഈ ചുരണ്ടെന്ന് വേറെ ഒന്നുമില്ല, കട്ട് ചെയ്ത് അങ്ങ് കൂടുതൽ കയറ്റി അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ഒരു കൈ ഒടിഞ്ഞു പോയി എൻ്റെ സ്നോമാൻ്റെ. എന്നിട്ട് അതാണ് ഞാൻ ഈ ചുരണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് എന്തായാലും ഇത് 2 ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയായി. എന്നിട്ട് കുറച്ചുകൂടെ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു റെഡ് ഫോം ഷീറ്റ് എടുത്തിട്ട് തൊപ്പിയൂടെ വെച്ചു. എന്നിട്ട് 3 ബഡിൻസ് കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു. എൻ്റെ സ്നോമാൻ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ സ്നോമാനായിട്ട് തോന്നിയോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ചെയ്താൽ മതി. എന്നിട്ട് ക്യാപ്പ് എടുത്തിട്ട് ഞാൻ അക്രിലിക് ബോർഡിൻ്റെ ക്യാപ്പ് എടുത്തു. അതിലേക്ക് നിങ്ങൾക്ക് ക്ലേ ഉണ്ടെങ്കിൽ ക്ലേ വെക്കാം. താഴെ വെയിറ്റ് വേണം, എന്നാലേ നമുക്ക് താഴെ അത് കറക്റ്റായിട്ടിരിക്കും. എൻ്റെ ഈ ക്ലേ ഇല്ലാത്തതുകൊണ്ട് നമ്മളെന്തെങ്കിലും ചെയ്യണമല്ലോ. നമ്മളില്ലാത്ത സാധനങ്ങൾ അതിന് പകരം എന്തെങ്കിലും സെറ്റാക്കുമല്ലോ, അതിന് പകരം ഞാൻ മെഴുകുരുക്കി വെച്ചു. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ബാക്കി ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെയിറ്റ് വരുന്ന താഴെ, അതായത് വെയിറ്റ് വരുന്ന ഭാഗം താഴെ വരണം. താഴത്തെ പോർഷനിൽ വേണം അത് വരാനായിട്ട്. എന്നിട്ട് ഇത്രേ ഉള്ളൂ പണി, കൂടുതലായിട്ടൊന്നുമില്ല. എന്നിട്ട് ഇതിങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനത്തെ രൂപത്തിലായിരിക്കും ഇരിക്കുന്നത്. ക്യൂട്ടായിട്ടില്ലേ? എന്നിട്ട് ഇങ്ങനെ നമ്മുടെ സ്നോമാനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആട്ടുമ്പോൾ ഇങ്ങനെ താത്തേ തിത്തേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടണം. എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും ഈ പ്രാവശ്യം ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോസ് ഇടുന്നതായിരിക്കും, അത് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണം. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.